നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. കഴിഞ്ഞ ടോപ്പിക്കിൽ പത്മനാഭപിള്ളയുടെ ഉടവാളും ആരാധന ക്ഷേത്രവുമായിരുന്നു നമ്മൾ ചെയ്ത ഒരു ടോപ്പിക്ക്. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വൈക്കം പത്മനാഭപിള്ള ആരായിരുന്നു എന്നതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. അദ്ദേഹം 1789 നടന്ന ഒന്നാം നെടുങ്കോട്ട യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം വൈക്കം പത്മനാഭപിള്ള തിരുവിതാംകൂറിലെ സൈന്യത്തിൽ ചേരുകയുണ്ടായി. അതിനുശേഷം 1790 രണ്ടാം നെടുങ്കോട്ട യുദ്ധത്തിൽ അദ്ദേഹം വീണ്ടും ടിപ്പുവിനെ പരാജയപ്പെടുത്തി. പിന്നീട് അദ്ദേഹം തുടർച്ചയായി കുറേയധികം കാലം തിരുവിതാംകൂറിൽ സൈനിക സേവനം ചെയ്യുകയുണ്ടായി. രാജാ കേശവദാസ് അന്തരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈക്കം പത്മനാഭപിള്ളയുടെ മുത്തശ്ശനും പിതാവും അന്തരിച്ചതിനെ തുടർന്നു അദ്ദേഹം വൈക്കത്തേക്ക് വരികയും പിന്നീട് കുറച്ചധികം കാലം വൈക്കത്ത് തന്നെ താമസിക്കുകയും അദ്ദേഹം തിരിച്ച് സൈന്യത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സൈനിക സേവനം ചെയ്യാൻ താല്പര്യം കാണിക്കുകയോ ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹം ഒരു ധ്യാനവും അതുപോലെ തന്നെ ഒരു തീർത്ഥാടന യാത്രയ്ക്കുമായിട്ട് അദ്ദേഹം പോവുകയുണ്ടായി. കുറേയധികം വർഷങ്ങളോളം അദ്ദേഹം അത് ചെയ്തു. അതിനിടയിൽ തിരുവിതാംകൂറിൽ പല അധികാര കൈമാറ്റങ്ങളും ഉണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൽ തലക്കുളത്ത് വേലുത്തമ്പി ധനകാര്യമന്ത്രിയാകുകയും തുടർന്ന് ചില അധികാര കൈമാറ്റങ്ങളിലൂടെ അദ്ദേഹം തിരുവിതാംകൂറിലെ ദളവയായി മാറുകയും ചെയ്തു. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയായതിനു ശേഷം അദ്ദേഹവും വൈക്കം പത്മനാഭപിള്ളയും തമ്മിൽ വളരെയധികം സൗഹൃദമുണ്ടാകുകയും അതിനെ തുടർന്ന് വൈക്കം പത്മനാഭപിള്ള അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും വളരെയധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായി മാറുകയുണ്ടായി. തിരുവിതാംകൂറിൽ സൈനിക സേവനം ചെയ്തതിന് ശേഷം അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. കുറേയധികം നാൾ പത്മനാഭപിള്ള മാറി നിൽക്കുകയായിരുന്നു. മാത്രവുമല്ല തിരുവിതാംകൂറിൽ ധനകാര്യമന്ത്രിയുടെ അത് നേരത്തെ വേലുത്തമ്പി ചെയ്തിരുന്ന ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അദ്ദേഹം ദളവയായതിനു ശേഷം ആ തസ്തിക ആരും പിന്നീട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ തൻ്റെ വിശ്വസ്തനായ വൈക്കം പത്മനാഭപിള്ളയെ തിരുവിതാംകൂറിലെ മുളക് മടിശീല സർവാധികാരി മുളക് മടിശീലക്കാരൻ എന്നുള്ള തസ്തിക, അതായത് ഇപ്പോൾ ധനകാര്യമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തസ്തികയിലേക്ക് വൈക്കം പത്മനാഭപിള്ളയുടെ പേര് വേലുത്തമ്പി ദളവ നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് അന്ന് തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ശ്രീ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ മുളക് മടിശീലക്കാരനായിട്ട് നിയമിക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൽ അദ്ദേഹം മുളക് മടിശീല സർവാധികാരിക്കാരൻ എന്നുള്ളൊരു തസ്തികയിൽ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ധനകാര്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു തസ്തികയിലായിരുന്നു അന്ന് വൈക്കം പത്മനാഭപിള്ള ജോലി ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പല ടോപ്പിക്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയ ദ ഗ്രേറ്റ് വാരിയർ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിലും ധീരപുത്രൻ എന്ന് പറയുന്ന മലയാളം പുസ്തകത്തിലും വൈക്കം പത്മനാഭപിള്ളയുടെ സമ്പൂർണ്ണ ചരിത്രം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ജീവിത ചരിത്രമാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ഉള്ളത്. ഈ ഗ്രന്ഥങ്ങൾ ഗൂഗിളിലും ആമസോണിലും അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ അറിയാം. അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താൽക്കാലികമായ ഒരു ഇടവേള.